Hello, welcome to anooptube. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു ജാവയിൽ ഒരു കമാൻഡ് ലൈൻ ഗെയിം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്തൊക്കെയാണ് ആ ഗെയിമിന് വേണ്ട കാര്യങ്ങൾ, ആ ഗെയിമിൽ എന്തൊക്കെയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, ആ ഗെയിം എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ലൈഡിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ ഈ ചാനലിലൂടെ എല്ലാം അപ്ലോഡ് ചെയ്ത് പോകുന്നത് എല്ലാം ഒരു പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അറ്റ് ടൈമിൽ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഹാങ്മാൻ എന്ന് പറഞ്ഞുള്ളൊരു ഗെയിമാണ്. ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഗെയിമാണ്. നമ്മൾ ഓൺലൈനൊക്കെ നമുക്ക് കളിക്കാൻ പറ്റാവുന്നൊരു ഗെയിമാണ്. ഓൺലൈൻ നമ്മൾ ഗൂഗിളിലൊക്കെ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഹാങ്മാൻ ഗെയിം എന്ന് നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയേണ്ടായിരിക്കും, ചിലർക്ക് അറിയേണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അറിയാത്തവർക്കും അറിയുന്നവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എന്താണ് ഹാങ്മാൻ ഗെയിം എന്നത്? ഹാങ്മാൻ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേർഡ് ഗെയിമാണ്. ഓക്കെ, നമ്മൾ വേർഡ് ഗസ് ചെയ്യുന്ന ഒരു ഗെയിമാണ് ഹാങ്മാൻ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഒരു വേർഡിൻ്റെ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യും, അതിനുശേഷം ആ വേർഡ് നമ്മൾ എന്ത് ചെയ്യണം, ഗസ് ചെയ്യണം. അതായത് ഗെയിം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വേർഡ് നമുക്ക് എന്ത് ചെയ്യണം, ഗസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ മാക്സിമം ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗെയിമിൽ നമ്മൾ 10 ചാൻസാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു വേർഡ് ഗസ് ചെയ്യാനുള്ള മാക്സിമം ചാൻസ് പറഞ്ഞാൽ 10 എണ്ണമാണ്. 10 എണ്ണത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഗസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആൾ ഔട്ടാവും. അത് ഔട്ടാവുന്നത് നമ്മൾ ഹാങ്മാൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് വെച്ചിട്ടാണ്. അതായത് ഓരോന്നും മിസ് ചെയ്യുമ്പോൾ ഓരോ ലൈനായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നമ്മളെന്ത് ചെയ്യും, ഗെയിം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തും നമ്മൾ അതിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗെയിം നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കമാൻഡ് ലൈനായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരിക്കലും ഒരു യൂസർ ഇൻ്റർഫേസ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വെച്ചിട്ടല്ല, കമാൻഡ് ലൈനായിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മൾ ടെർമിനൽ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി ജാവയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ജാവ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അബ്സല്യൂട്ട്ലി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗെയിം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിക്വയർമെൻറ്റ് നടക്കാം. അപ്പോൾ നമുക്ക് ഈ ഗെയിം നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റിക്വയർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, പ്ലെയറിൻ്റെ നെയിം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ പ്ലെയറിൻ്റെ നെയിം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നെയിം സ്റ്റോർ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ, നെയിം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു മെനു നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അതായത് നമുക്ക് ഇതേപോലെ വെൽക്കം ടു ഹാങ്മാൻ, പ്ലീസ് ചൂസ് എ കാറ്റഗറി. അതായത് നമ്മൾ പറയാണ് ഏത് കാറ്റഗറിയിലുള്ള വേർഡാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യേണ്ടത്. ആ വേർഡിൻ്റെ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യാം. ഒന്നാണെങ്കിൽ സ്പോർട്സ് ആയിരിക്കും, രണ്ടാണെങ്കിൽ മൂവീസ് ആയിരിക്കും, മൂന്നാണെങ്കിൽ നമുക്ക് ആ ഗെയിം ഒന്ന് എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റത്തെ ഒരു പ്രിൻറ്റ് മെനു. അതായത് പ്രിൻറ്റ് മെനു എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളൊരു മെനു എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. എന്നിട്ടാണ് യൂസറാണ് അവിടുന്ന് സെലക്ട് ചെയ്യുക ഏതാണ് ആൾക്ക് വേണ്ട വേർഡിൻ്റെ കാറ്റഗറി എന്നുള്ളത്. അപ്പോൾ റിക്വയർമെൻറ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാറ്റഗറിയിലും എന്തുണ്ടായിരിക്കും, എക്സാക്ട്ലി 3 വേർഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 3 വേർഡ്സ് ആയിരിക്കും നമ്മൾ ഗസ് ചെയ്ത് പോകേണ്ടത്. ആ 3 വേർഡും കറക്റ്റായിട്ട് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആൾ ജയിക്കുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ഓക്കെ, അപ്പോൾ ഈച്ച് ക്വസ്റ്റ്യൻ റെപ്രസെൻ്റ് എ ലെവൽ. അതായത് ഓരോ ക്വസ്റ്റ്യനും ഓരോ ലെവലായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ലെവൽ, തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ലെവൽ. ഓക്കെ, 3 ലെവൽ ഫോർ ഈച്ച് കാറ്റഗറി. അതായത് എല്ലാ കാറ്റഗറിക്കും 3 ലെവൽസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതായത് 3 വേർഡ്സാണ് നമുക്ക് ഗസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം മസ്റ്റ് ഓൾവേസ് ഡിസ്പ്ലേ കറണ്ട് ലെവൽ. അതായത് നമ്മൾ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂസറിന് എപ്പോഴും എന്ത് ചെയ്യണം പറ്റണം, ആൾ ഏത് ലെവലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റണം. അപ്പോൾ കറണ്ട് ലെവൽ എപ്പോഴും നമ്മൾ ഷോ ചെയ്യണം. ഇതൊക്കെ ഓരോ റിക്വയർമെൻറ്റ്സ് ആണ്. ഓക്കെ, ഈ റിക്വയർമെൻറ്റ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേർഡ് ഷുഡ് ബി റെപ്രസെൻറ്റഡ് ആസ് യൂസിങ് ഡാഷസ്. ഓക്കെ, അതായത് നമ്മൾ ഈ വേർഡ്സ് എപ്പോഴും അതായത് നമ്മൾ ആളോട് ഗസ് ചെയ്യാൻ പറയുന്ന വേർഡ് എപ്പോഴും ഡാഷസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അയൺമാൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു ആൾ പറഞ്ഞ മൂവിയാണ് നമ്മൾ സെലക്ട് ചെയ്ത്, മൂവിയാണ് സെലക്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേർഡ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അയൺമാൻ എന്നാണ് വേർഡ് എങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ഇതേപോലെ ആയിരിക്കും. അതായത് ഫസ്റ്റത്തെ IRON, അതായത് IRON എല്ലാം ഡാഷ് ആയിട്ട് കാണിക്കും. പിന്നെ സ്പേസ് ഉണ്ടെങ്കിൽ സ്പേസ് ഇടും,
അതിനുശേഷം അടുത്ത വേർഡിൻ്റെ അതേപോലെ നമ്മൾ എല്ലാ ലെറ്റേഴ്സും ഡാഷസ് ആയിട്ട് കാണിക്കണം. അതായത് അടുത്തിപ്പോൾ ഒരു സ്പേസ് ഇല്ലാത്തൊരു വേർഡാണ് പിസ്സ എന്നാണെങ്കിൽ വുഡ് ബി, അത് റെപ്രസെൻറ്റ് ചെയ്യണത് ഇപ്പോഴും എന്തായിരിക്കണം, ഒരു അതേ സെയിം ലെറ്റേഴ്സ് ആയിട്ടുള്ള ഡാഷസ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഈ റിക്വയർമെൻറ്റ് 4. ഓക്കെ, ദ യൂസർ ഗസ്സസ് ദി വേർഡ് ബൈ എൻറ്ററിങ് ലെറ്റർ 1 by 1. അതായത് നമ്മൾ ഓരോ ലെറ്റർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ആൾ ഗസ് ചെയ്യും. അപ്പോൾ ഗസ് ചെയ്യുമ്പോൾ ആദ്യം ലെറ്റർ എൻ്റർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആ ലെറ്റർ ആ വേർഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള ലെറ്റർ അവിടെ റീപ്ലേസ് ചെയ്ത് പോകണം. അതായത് ഡാഷിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ലെറ്റർ ആയിട്ട് അവിടെ കൊടുക്കണം. ലെറ്റർ ആയിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതായത് ആ ലെറ്റർ പ്രസൻ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആളോട് പറയണം ലെറ്റർ പ്രസൻ്റ് അല്ല, അപ്പോൾ പിന്നെ ആളൊരു ചാൻസ് കഴിഞ്ഞു എന്ന് നമ്മൾ പറയും വേണം. ഓക്കെ, അതാണ് സംഭവം. ഓക്കെ, പിന്നെ ആളോട് എന്ത് പറയും, നെക്സ്റ്റ് ലെറ്ററിനുള്ള കമാൻഡ് കൊടുക്കും. അതായത് നെക്സ്റ്റ് ലെറ്റർ തരാൻ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോംപ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർ ഈച്ച് ഇൻകറക്റ്റ് ലെറ്റർ ഷോ ദി ഹാങ്മാൻ പിക്ചർ. അതായത് ഓരോ ഇൻകറക്റ്റ് ലെറ്റേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഹാങ്മാൻ പിക്ചർ നമ്മൾ കറസ്പോണ്ടിങ് ആയുള്ളത് ഷോ ചെയ്യണം. മാക്സിമം 10 ചാൻസസ് ആണുള്ളത്. ഓക്കെ, മാക്സിമം 10 ചാൻസസ് എന്നുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഹാങ്മാൻ പിക്ചേഴ്സ് നമുക്ക് വരിക. ഓക്കെ, ഹാങ്മാൻ പിക്ചേഴ്സ് ഇങ്ങനെയാണ് വരിക. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഗസ് തെറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഗസ് തെറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വരും. രണ്ടാമത്തെ ഗസ് തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് വരും. തേർഡ് ഇങ്ങോട്ട് വരും. ഫോർത്ത് താഴോട്ട്. പിന്നെ ഫിഫ്ത്ത് പറയുമ്പോൾ ആളുടെ തല വരും. സിക്സ്ത് പറയുമ്പോൾ നമ്മുടെ ഉടൽ വരും. പിന്നെ ഒരു കൈ വരും. പിന്നെ അടുത്ത കൈ വരും. പിന്നെ കാല് വരും. ലാസ്റ്റത്തെ കാല് വരും. ഈ ലാസ്റ്റത്തെ കാല് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ഗസ്സിങ് കഴിഞ്ഞു. 10 ഗസ്സിങ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആൾ ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ റിക്വയർമെൻറ്റ് 6 നമ്മൾ പറയുന്നത് വൺസ് ദി പ്ലെയർ ഫിഗർ ഔട്ട് ദി വേർഡ് പ്രസൻറ്റ് അറ്റ് എനി സ്പെല്ലിങ് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഓക്കെ, എനി ലെവൽ പ്ലെയർ വിൽ മൂവ് ടു ദി നെക്സ്റ്റ് ലെവൽ. അതായത് ആൾ ഏതെങ്കിലും ലെവലിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലോട്ട് എല്ലാ വേർഡ്സ് നമ്മൾ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അടുത്ത ലെവലിലോട്ട് പോകും. ഓക്കെ, മാക്സിമം 3 ലെവലുള്ളൂ. അങ്ങനെ ഒരു ലെവലിലുള്ള കറക്റ്റായിട്ട് വേർഡ് അയാൾ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിക്വയർമെൻറ്റ് 7 ആണ്. റിക്വയർമെൻറ്റ് 7 ആൾ പറയുന്നത് പ്ലെയർ ലോസസ് ദി ഗെയിം ഇഫ് ദേ റൺ ഔട്ട് ഓഫ് ചാൻസസ് ഓൺ ദി കറണ്ട് ലെവൽ. ഓക്കെ, ഒരു ലെവലിലുള്ള 3 ചാൻസുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് കറണ്ട് ലെവലിൽ ഒരു 10 ചാൻസ് ഉണ്ടല്ലോ ആൾക്ക്. അതായത് 10 തവണയാണ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 10 തവണ ഗസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ ടൈം കഴിഞ്ഞു. ആളോട് എന്ത് ചെയ്യും, തോറ്റു എന്ന് പറയണം, യു ലോസ് എഴുതി കാണിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. അതായത് ആൾ ഏത് ലെവലിലായാലും കുഴപ്പമില്ല, 10 ചാൻസ് കഴിഞ്ഞാൽ ഔട്ടാവും. പക്ഷേ ഓരോ ലെവലിലും ആൾക്ക് 10 ചാൻസ് വെച്ചിട്ട് കിട്ടും ചെയ്യും. അതാണ് കാര്യം. ഫസ്റ്റ് ലെവലിൽ ഇപ്പോൾ ആൾ 7 ഗസ് ചെയ്തിട്ടാണ് 7 മിസ്റ്റേക്ക് ആയിട്ടാണ് ആൾ ജയിച്ചതെങ്കിൽ അടുത്ത ലെവലിലോട്ട് എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആൾക്ക് 10 ചാൻസ് കിട്ടും. അതായത് 7 അല്ല ഉണ്ടാവും. ഓക്കെ, അതാണ് സംഭവം. റിക്വയർമെൻറ്റ് 8 പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയർ ക്യാൻ ഓൺലി വിൻ ദി ഗെയിം ഇഫ് കറക്റ്റ്ലി ഗസ് ദി വേർഡ് ഓഫ് ദി ലാസ്റ്റ് ലെവൽ. ഓക്കെ, ലാസ്റ്റ് ലെവലത്തിലുള്ള വേർഡും കറക്റ്റായിട്ട് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ദി പ്ലെയർ വിൻസ് ഡിസ്പ്ലേ യു വിൻ മെസ്സേജ് ആൻഡ് എക്സിറ്റ് ദ ഗെയിം. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് റിക്വയർമെൻറ്റ്സ് നമ്മൾ പറയാൻ പോകുന്നത്. ദ ഗെയിം ഷുഡ് ബി ഡിസൈൻഡ് ബൈ ഊപ്പ് കൺസെപ്റ്റ്. അതായത് നമ്മൾ ഗെയിം ഡിസൈൻ ചെയ്യുന്നത് എപ്പോഴും ഊപ്പ് കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3 ക്ലാസ്സസ് ഷുഡ് ബി യൂസ്. അതായത് 3 ക്ലാസ്സെങ്കിലും നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അതാണല്ലോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് സിംഗിൾ ക്ലാസ് വെച്ചിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് ആകുമ്പോൾ ഈച്ച് ആൻഡ് എൻറ്റിറ്റി ഷുഡ് ബി ഇൻ എ ക്ലാസ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിനും ഓരോ ക്ലാസ്സുകൾ ഉണ്ടായിട്ട് നമ്മൾ അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3 ക്ലാസ്സിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റഡ്. അതായത് ഒരു ഇൻഹെറിറ്റൻസ് എങ്കിലും നമ്മളിതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ ഊപ്പ് കൺസെപ്റ്റ് ഫുള്ളായിട്ട് നമ്മൾ കയ്യിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഹെറിറ്റൻസ് കൂടി ഉണ്ടെങ്കിലാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിലൂടെ നമുക്ക് ജാവയുടെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഇൻഹെറിറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മളിത് എങ്ങനെയാണ് ഒരു റിയൽ ടൈം ആയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾക്ക് ഇത് എല്ലാ റിക്വയർമെൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഗെയിം നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുക. ഈ കോഡിങ്ങിലുള്ള വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോ അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ എന്താണ് നമ്മളൊരു ഗെയിം എന്നാണിത് പറഞ്ഞത്. ഗെയിമിൻ്റെ
റിക്വയർമെൻറ്റ്സ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. എന്തൊക്കെയാണ് ഗെയിമിന് വേണ്ട റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗെയിം കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ റിക്വയർമെൻറ്റ്സ് ഒന്നും കൂടി നിങ്ങൾ നോക്കുക, എന്തൊക്കെയാണ് അതുള്ളത്. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ഡിസൈൻ ചെയ്യാൻ നോക്കുക, ട്രൈ ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ ഫെയിൽ ആവും, ചിലപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാളും നല്ല രീതിയിൽ, അതായത് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന മെത്തേഡിനേക്കാളും നല്ല രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ഡിസൈൻ ചെയ്യാൻ പറ്റിക്കോളാം. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യാം. ബൈ.